കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസു. നമസ്കാരം എല്ലാ മാന്യശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: മഹാരാജ രഞ്ജിത്തിന് അഥവാ മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ച വ്യക്തി. ചോദ്യം ഇതാണ്: മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ച വ്യക്തി ആര്? ഉത്തരം ഷാ ഷൂജാണ് മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ചത്. കോഹിനൂർ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വജ്രക്കല്ല് എന്ന ഖ്യാതി ഉണ്ടായിരുന്ന രത്നമാണ് കോഹിനൂർ അഥവാ കോഹ് ഇ നൂർ. പ്രകാശത്തിന്റെ മല എന്നാണ് 105 ക്യാരറ്റ് അഥവാ 21.6 ഗ്രാം തൂക്കമുള്ള ഈ രത്നത്തിന്റെ പേരിന്റെ അർത്ഥം. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദർഷയാണ് ഈ രത്നത്തിന് കോഹിനൂർ എന്ന പേര് നൽകിയത് എന്നാണ് കരുതി വരുന്നത്. അപ്പോ ചോദ്യം ആദ്യത്തേത് ഇതായിരുന്നു: മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ചത്. ഉത്തരം ഷാ ഷൂജാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വജ്രക്കല്ലായിരുന്നു. പ്രകാശത്തിന്റെ മല എന്നാണ് 105 ക്യാരറ്റ് അഥവാ 21.6 ഗ്രാം തൂക്കമുള്ള ഈ രത്നത്തിന്റെ പേരിനർത്ഥം. കോഹിനൂറിന് ഈ പേര് നൽകിയത് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദർഷയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഇത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പരിതാല എന്ന ഗ്രാമത്തിനടുത്തുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നാണ് ഈ വജ്രക്കല്ല് ഖനനം ചെയ്ത് എടുത്തത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇനി ആരായിരുന്നു ഷാ ഷൂജ് എന്ന് ചോദിച്ചാൽ, ദുറാനി സാമ്രാജ്യത്തിലെ 5ാമത്തെ ചക്രവർത്തിയായിരുന്നു ഷാ ഷൂജ് എന്നറിയപ്പെടുന്ന ഷൂജ ഷാ ദുറാനി. ദുറാനി സാമ്രാജ്യത്തിലെ 5ാമത്തെ ചക്രവർത്തി. ഇനി രഞ്ജിത് സിംഗ് ആരായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം, സിഖ് സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവാണ് മഹാരാജ രഞ്ജിത് സിംഗ്. ഭരണകാലമായി കണക്കാക്കപ്പെടുന്നത് 1801 ഏപ്രിൽ മാസം 12 മുതൽ 1839 ജൂൺ മാസം 27 വരെയാണ്. കൂടാതെ 1849 ബ്രിട്ടീഷുകാര് സിഖുകാരെ തോൽപ്പിച്ചതോടെ കോഹിനൂർ രത്നം ബ്രിട്ടീഷുകാരുടെ കൈവശമെത്തുകയും 1852 ആംസ്റ്റർഡാമിൽ വെച്ച് വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് ആൽബർട്ട് രാജകുമാരന്റെ മേൽനോട്ടത്തിലാണ് ഈ രത്നം ചെത്തിമിനുക്കിയത് എന്നും ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോ മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ച വ്യക്തിത്വം ഉത്തരം ഷാ ഷൂജാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഭാരതീയ ശാസ്ത്രജ്ഞൻ, പ്രയുക്ത സ്ഥിതി വിവര ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന PC മഹലനോബിസ്. അപ്പൊ ഈ PC മഹലനോബിസ് എന്ന ചുരുക്കെഴുത്ത്, അതിന്റെ മുഴുവൻ പേരാണ് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. കൂടാതെ ഭാരതീയ സ്ഥിതി വിവര ശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഭാരതീയ സ്ഥിതി വിവര ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്ന വ്യക്തി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം PC മഹലനോബിസ് അഥവാ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ്. അദ്ദേഹം ജനിച്ചത് 1893 ജൂൺ മാസം 29 തീയതി കൽക്കട്ട, ബംഗാളിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അന്തരിച്ചത് 1972 ജൂൺ മാസം 28 കൽക്കട്ടയിൽ വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ബഹുമതികളിലേക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വെൽഡൺ മെഡൽ ലഭിച്ച വ്യക്തിയാണ്. ചെക്ക് സയൻസ് അക്കാഡമി മെഡലും ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷണം നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് PC മഹലനോബിസ് എന്ന് പറയുന്ന പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ്. ഭാരതീയ സ്ഥിതി വിവര ശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിച്ച വ്യക്തിത്വമാണ്. ഭാരതീയ സ്ഥിതി വിവര ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്ന വ്യക്തിത്വം. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം. ചോദ്യം ഇതാണ്: ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം. ഉത്തരം RD കാർവെയാണ് ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം. RD കാർവെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് രഘുനാഥ് ദോണ്ടെ കാർവെ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഗണിത ശാസ്ത്രജ്ഞ, പ്രൊഫസറാണ്, സാമൂഹിക പരിഷ്കർത്താവാണ് എന്നീ നിലകളിലൊക്കെ വളരെയധികം പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. 1921 മുംബൈയിലെ കുടുംബാസൂത്രണവും ജനന നിയന്ത്രണവും ആരംഭിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് RD കാർവെ എന്ന പേരിൽ അറിയപ്പെടുന്ന രഘുനാഥ് ദോണ്ടെ കാർവെ.
മുഴുവൻ പേരാണ് രഘുനാഥ് ദോണ്ടെ കാർവെ. ജനനം 1882 ജനുവരി മാസമാണ് അദ്ദേഹം ജനിച്ചത്. മരിച്ചത് 1953 ഒക്ടോബർ മാസം മുംബൈയിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് വരാം. സ്വന്തം മുൻകൈയിൽ 1921 ലണ്ടനിൽ ആദ്യ ജനന നിയന്ത്രണ ക്ലിനിക്ക് ആരംഭിച്ച് അതേ വർഷം തന്നെ കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ ജനന നിയന്ത്രണ ക്ലിനിക്കും ആരംഭിച്ചു എന്നതും വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ. അപ്പം ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി, ഉത്തരം RD കാർവെയാണ്. മുഴുവൻ പേര് രഘുനാഥ് ദോണ്ടെ കാർവെ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ പൈലറ്റ് എന്ന ഖ്യാതി ആർക്കാണ്? ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ പൈലറ്റ് എന്ന ഖ്യാതി ആർക്കാണ്, അല്ലെങ്കിൽ ഏത് വ്യക്തിത്വത്തിനാണ്? ഉത്തരം JRD ടാറ്റയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ പൈലറ്റ് എന്ന ഖ്യാതി. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായി, വൈമാനികൻ ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ജഹാംഗീർ രത്തൻജി ദാദാഭായ് ടാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന JRD ടാറ്റ. ജീവിച്ചിരുന്ന സമയത്ത് ഭാരതരത്നം നേടിയ അപൂർവം വ്യക്തികളിൽ ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് JRD ടാറ്റ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ പൈലറ്റ് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് JRD ടാറ്റ. ഇന്ത്യയിലെ പാഴ്സി സൗരാഷ്ട്രീയൻ സമൂഹത്തിലെ അംഗം കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അദ്ദേഹത്തിന്റെ ജനനം ഏത് വർഷമായിരുന്നു എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം 1904 ജൂലൈ മാസം 29-ാം തീയതി ഫ്രാൻസിലെ പാരീസിലാണ് അദ്ദേഹം ജനിച്ചത്. അന്തരിച്ചത് 1993 നവംബർ മാസം ജനീവയിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പൊ ഈ 2 വർഷങ്ങളും ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 1938 ടാറ്റ ഗ്രൂപ്പിന്റെ സാരഥിയായി അദ്ദേഹം മാറുന്നത്. അപ്പോൾ JRD ടാറ്റ ഏത് വർഷമാണ് ടാറ്റ ഗ്രൂപ്പിന്റെ സാരഥിയായത്? 1938. കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തി, ഉത്തരം JRD ടാറ്റ തന്നെയാണ്. 1953 എയർ ഇന്ത്യ ചെയർമാൻ ആകുന്നത്. അപ്പൊ ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക. 1995 പത്മഭൂഷൺ, 1983 കമാൻഡർ ഓഫ് ഫ്രഞ്ച് ലീജിയൻ ഓഫ് ഓണർ എന്ന് പറയുന്ന പദവിയും നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ വർഷങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. 1938 ടാറ്റ ഗ്രൂപ്പിന്റെ സാരഥി, കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരനായ വ്യക്തി, 1953 എയർ ഇന്ത്യ ചെയർമാൻ ആകുന്നു, 1995 പത്മഭൂഷൺ, 1983 കമാൻഡർ ഓഫ് ഫ്രഞ്ച് ലീജിയൻ ഓഫ് ഓണർ എന്ന പദവിയും നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏത്? ഇതാണ് അവസാനത്തെ ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ, ഉത്തരം രാജസ്ഥാൻ കനാലാണ്. ഈ കനാൽ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഇന്ദിരാഗാന്ധി കനാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ എന്ന ചോദ്യത്തിന് ഉത്തരം രാജസ്ഥാൻ കനാൽ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ എന്ന പേരിലാണ്. ഇന്ദിരാഗാന്ധി കനാൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കനാലാണ്. പഞ്ചാബ് സംസ്ഥാനത്തിലെ സത്ലജ്, ബിയാസ് നദികളുടെ സംഗമ സ്ഥാനത്ത് നിന്ന്, അതായത് ഹരികെ ബാരേജിൽ നിന്ന് ആരംഭിച്ച് രാജസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറുള്ള താർ മരുഭൂമിയിലെ ജലസേചന സൗകര്യങ്ങളിലാണ് ഇത് അവസാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെട്ടിരുന്ന ഇത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ കൊലപാതകത്തെ തുടർന്ന് 1984 നവംബർ മാസം മുതൽ ഇന്ദിരാഗാന്ധി കനാൽ എന്ന പേരിലും ഇത് അറിയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ചത് ഷാ ഷൂജ് ആണ്. ഷാ ഷൂജ് എന്ന് പറയുമ്പോൾ ദുറാനി സാമ്രാജ്യത്തിലെ 5ാമത്തെ ചക്രവർത്തി. രഞ്ജിത് സിംഗ് എന്ന് പറയുമ്പോൾ സിഖ് സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവാണ് മഹാരാജ രഞ്ജിത് സിംഗ്. അതിനോടൊപ്പം തന്നെ കോഹിനൂർ എന്ന് പറയുമ്പോൾ ഈ കോഹിനൂർ എന്ന പേര് നൽകിയത് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദിർഷയാണ്. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിതാവ് PC മഹലനോബിസ് ആണ്. ഭാരതീയ സ്ഥിതി വിവര ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വിവരശാസ്ത്രജ്ഞനായിരുന്നു, പ്രത്യേകിച്ച് പ്രയുക്ത സ്ഥിതി വിവരശാസ്ത്രജ്ഞനാണ്, ഭാരതീയ ശാസ്ത്രജ്ഞനാണ്, ഭാരതീയ സ്ഥിതി വിവര ശാസ്ത്ര പഠന കേന്ദ്രം ആരംഭിച്ച വ്യക്തിയാണ്. അതിനോടൊപ്പം ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് RD കാർവെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ പൈലറ്റ് JRD ടാറ്റയാണ്. അതിനോടൊപ്പം ഇന്ത്യയിലെ പാർസി സൗരാഷ്ട്രീയൻ സമൂഹത്തിലെ അംഗം കൂടിയായിരുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാല്, ഉത്തരം രാജസ്ഥാൻ കനാലാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ അറിവിന്റെ ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ഇന്ന് അറിവിന്റെ ലോകത്തിൽ നിന്ന് വിട പറയുന്നു. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.